സമുദ്രാന്തർഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരുവാൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ആൽഫ 20 പ്രവർത്തന സജ്ജമായി. കൊച്ചിയിൽ ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റിന്റെ ആദ്യ കപ്പൽ ദക്ഷിണ നാവികസേന മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേനയുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുമായി സൗഹൃദം പങ്കിടുന്ന വിദേശ രാജ്യങ്ങൾക്ക് ഡൈവിംഗ് വൈദഗ്ധ്യം നൽകുക, അണ്ടർ വാട്ടർ മെയിൻ്റനൻസ് പിന്തുണ, രക്ഷാസഹായം എന്നിവ നൽകാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കഴിവിനെ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് A20യുടെ ലക്ഷ്യം. നൂതന ഡൈവിംഗ് സംവിധാനങ്ങളും അത്യാധുനിക അണ്ടർ വാട്ടർ വീഡിയോ മോണിറ്ററിംഗ്, റെക്കോർഡിംഗ്, ട്രാക്കിംഗ് സൗകര്യങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷിതമായ ഡൈവിംഗ് പ്രവർത്തനം സാധ്യമാക്കുന്ന റീകംപ്രഷൻ ചേംബർ കപ്പലിലെ പ്രധാന സവിശേഷതയാണ്. കൊച്ചിയിൽ ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റിന്റെ ആദ്യ കപ്പൽ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേനയുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്തു. സമുദ്രാന്തർഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാവികസേനയ്ക്ക് A20 വലിയ മുതൽക്കൂട്ടായി മാറുമെന്ന് വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു. Most importantly, it strengthens the national resilience and ensures that our maritime security remains firmly anchored in multi-source indigenous expertise. 32.9 മീറ്റർ നീളവും 13 മീറ്റർ വീതിയുമുള്ള ആൽഫ 20 കപ്പലിന് 3 മീറ്ററിൽ കൂടുതൽ ആഴമുള്ള സമുദ്രഭാഗത്തുകൂടി സഞ്ചരിക്കാൻ കഴിയും. 11 നോട്ടാണ് കപ്പലിൻ്റെ വേഗത. 1342 കിലോ വാട്ടിൻ്റെ 2 എഞ്ചിനാണ് A20യുടെ കരുത്ത്. കൊൽക്കത്തയിലെ മെസ്സേഴ്സ് ടിറ്റാഗഡ് റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന 5 ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ കപ്പലാണിത്. കൈരളി ന്യൂസ്, കൊച്ചി.